ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. വിതയ്ക്കുക. സ്തോത്രം. രാവിലെ വിതയ്ക്കുക, വൈകുന്നേരത്തും വിതയ്ക്കുക. കർത്താവിന് സ്തോത്രം. ദ ഇയർ ഓഫ് പ്ലാന്റിങ്, വിതയ്ക്കുന്ന വർഷം. വിതയ്ക്കുന്ന വർഷം, വിതയ്ക്കുന്ന മാസം, വിതയ്ക്കുന്ന ദിവസം, വിതയ്ക്കുന്ന മിനിറ്റ് പോരാ, വിതയ്ക്കുന്ന സെക്കൻഡ്. ഇതിന് ഓരോന്നിനും പ്രാധാന്യമുണ്ട്. ആ വിതയ്ക്കുന്ന സെക്കൻഡിൽ തന്നെ അതിനുള്ള പ്രതിഫലം കിട്ടാം. കാരണം മനുഷ്യ ഹൃദയമാകുന്ന വയലിൽ ദൈവവചനമാകുന്ന വിത്ത് അങ്ങ് ചാടുന്ന സമയം തന്നെ മാറ്റം വരുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഒരിക്കൽ എൻ്റെ അമ്മ തിരുവചനം കേട്ടുകൊണ്ട്, ആദ്യമായി ജീവിതത്തിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, തകർന്ന ഹൃദയങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആ ഒരു വാക്കാണ് എൻ്റെ അമ്മയുടെ ഹൃദയത്തെ തൊട്ടതും തുടർന്ന് സന്തോഷകരമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകുകയും ചെയ്തു. 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് അതും സാധിക്കാതെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് മരിച്ചാൽ മതിയെന്നോർത്ത് അങ്ങനെ ഒരു ക്ഷണം ലഭിച്ച് ദൈവവചനം കേൾക്കാൻ പോയ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് ആ ഒരു സെക്കൻഡ്. ആ ഒരു സെക്കൻഡ് കൊണ്ട് ദൈവം പ്രവർത്തിച്ചു. വീണ്ടും കേൾക്കൂ. 12 ഗുളിക മാറി മാറി കഴിച്ച്, അനേകം ഡോക്ടർമാർ മാറി മാറി ചികിത്സിച്ച്, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെയുള്ളതായ വലിയ ചികിത്സകൾ ചെയ്തിട്ടും അനേകം പള്ളികളിലും അമ്പലങ്ങളിലും വഴിപാട് കഴിച്ചിട്ടും വീട്ടിൽ വെച്ച് മന്ത്രവാദം ചെയ്തിട്ടും ഭ്രാന്തെന്ന ആ വലിയ പൈശാചിക ബാധ മാറാതിരുന്ന എൻ്റെ പിതാവ് ഒരിക്കൽ ദൈവവചനം കേൾക്കാൻ അമ്മ നിർബന്ധിച്ച് കൊണ്ടുപോയി. അങ്ങനെ അവിടെ കേട്ട ദൈവവചനം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി എന്നുള്ള തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ 3-4 തലമുറകളായി പകർന്നു വന്ന ശാപം മൂലമുള്ള ആ വലിയ ഭ്രാന്തിൻ്റെ ബാധ എന്നേക്കുമായി മാറുകയും കഴിഞ്ഞ 45ഓളം വർഷമായി ഒരു ഗുളിക പോലും കഴിക്കാതെ പൂർണ്ണ സുഖത്തോടെ ജീവിക്കാൻ എൻ്റെ പിതാവിന് കൃപ കൊടുത്തതും അതിനുശേഷമുള്ള ഒരു തലമുറയിലും ആ രോഗത്തിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ കാത്തത് ഈ തിരുവചനത്തിൻ്റെ ശക്തിയല്ലേ? ഈ വചനമാവുന്ന വിത്തിൻ്റെ അത്ഭുത കൃപയല്ലേ പ്രിയരെ? അതുകൊണ്ട് വിത്ത് വിതയ്ക്കുന്ന ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് നാം മടിക്കരുത്. ഒരാളോടൊരു വാക്കിൽ എങ്കിലും സുവിശേഷം പറയാൻ ഇടയായാൽ അത് അദ്ദേഹത്തെ സ്വാധീനിക്കും. മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു, മതി. യേശു മോനെ നിന്നെ കരുതും, മതി. രോഗത്തിൽ വലയുന്നവരുടെ അടുക്കൽ ചെന്നിട്ട് യേശു മകനെ നിന്നെ സൗഖ്യമാക്കും, യേശു ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകളിലോ വാക്യങ്ങളിലോ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതല്ലേ സുവിശേഷ വേല. കർത്താവിന് സ്തോത്രം. എത്രയോ പേര് നിരാശപ്പെട്ട് നമ്മുടെ ചുറ്റുപാടും കഴിയുന്നു. എത്രയോ പേര് വിവാഹമോചനത്തിന് വേണ്ടി ഒരുങ്ങി കഴിയുന്നു. എത്രയോ കോടതികളിൽ, കുടുംബ കോടതികളിൽ വിവാഹമോചനത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ പ്രിയരെ, എല്ലാം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറഞ്ഞ് ദൈവം തക്ക തുണകളെ തമ്മിൽ ചേർക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ഇന്ന് എത്ര ഡൈവോഴ്സുകൾ നടക്കുന്നു. അത് ക്രിസ്തീയ സഭയിലുള്ളവർ തന്നെ എത്രമാത്രം വിവാഹമോചനത്തിന് മുതിരുന്നു. മക്കൾ അനാഥമായി തീരുന്നു. എല്ലാം അറുക്കാനും ഒടിപ്പാനും മോഷ്ടിപ്പാനും വരുന്ന പൈശാചികൻ്റെ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളുമാണ്. നാം എന്തു ചെയ്യണം? നാം രാവിലെ വിത്ത് വിതയ്ക്കണം, വൈകുന്നേരത്ത് ഇളച്ചിരിക്കരുത്. നമുക്ക് സമയം ലഭിക്കുമ്പോഴെല്ലാം കർത്താവിനെ ശുശ്രൂഷ ചെയ്യണം. 2020 ആ കോവിഡിൻ്റെ സമയത്ത് വളരെ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോവുകയായിരുന്നു. 2020 മാർച്ച് 17-ാം തീയതിയാണ് ഒരു വലിയ പ്രതിസന്ധി ഞങ്ങളെ നേരിട്ടത്. 2020 മാർച്ച് 23-ാം തീയതിയാണ് ലോക്ക്ഡൗൺ.
വലിയ രണ്ട് പ്രതിസന്ധികൾ. ഒരു സൈഡിൽ കൊടുങ്കാറ്റ്, മറ്റേ സൈഡിൽ ചുഴലിക്കാറ്റ്. എന്നാൽ നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു വശത്തെ കൊടുങ്കാറ്റും ഒരു വശത്തെ ചുഴലിക്കാറ്റും വന്നപ്പോൾ ചുഴലിക്കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിൽ യഹോവയുടെ വഴിയുണ്ടായിരുന്നു. 2020 ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് വാസ്തവമായി ദൈവവേലയുടെ പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു എളിയ സംരംഭമാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോർ മൈ ജീസസ്. അതിന് എന്ത് പേരിടണം? ഞാനും എൻ്റെ പ്രിയ ഭാര്യ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചു, എന്ത് പേരിടണം? മറ്റൊന്നും വേണ്ട, യേശുവിനായി, യേശുവിന് വേണ്ടി, യേശുവിനെ നാം മഹത്വത്തിന് വേണ്ടി അങ്ങനെ പേരിടാം. അങ്ങനെയാണ് ഫോർ മൈ ജീസസ്, സാജു ആൻഡ് സാലി ഞങ്ങൾ ഒരുമിച്ച് ആ ശുശ്രൂഷ തുടങ്ങിയത്. എൻ്റെ പ്രിയ ഭാര്യ സാലി പാട്ടുകൾ എഴുതും. കർത്താവ് പാട്ടുകൾ എഴുതാൻ കൃപ കൊടുത്തിട്ടുണ്ട്. പാട്ടുകൾ എഴുതും, അത് ട്യൂൺ ചെയ്യും, അത് പാടും, അതിൻ്റെ വീഡിയോ എടുക്കും. ഞങ്ങളത് യൂട്യൂബിലൂടെ അനേകം പാട്ടുകൾ അത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മൂത്ത മകൻ സാമിൻ്റെ വിവാഹത്തിൻ്റെ അന്ന് സാലി എഴുതിയ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ആ വിവാഹ ശുശ്രൂഷയിൽ അനുഗ്രഹമായി സാലി പങ്കെടുത്തത്. കർത്താവിന് സ്തോത്രം. മലയാള മനോരമ മ്യൂസിക്കിൽ അവർ ക്ഷണിച്ച് ഒരു പാട്ട് പാടി അതിൽ അപ്ലോഡ് ചെയ്യുവാൻ, സംപ്രേഷണം ചെയ്യുവാൻ ഇടയായി. ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ വേലയ്ക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം പറയുക. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഒരു ചെറിയ പ്രസംഗം, 1-2 മിനിറ്റുള്ള ഒരു പ്രസംഗം പറയണം. അങ്ങനെ തുടങ്ങി, അത് 5 മിനിറ്റായി, പിന്നെ 10 മിനിറ്റായി. ഇന്ന് എല്ലാ ദിവസവും രാവിലെ 5:30 ആ ഒരു എല്ലാ ദിവസവും മുടക്കമില്ലാതെ, ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ സാലിയുടെ പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവമക്കൾ എഴുതിയ പാട്ട് റെക്കോർഡ് ചെയ്ത് അത് ഞങ്ങൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നു. വേറെ ലക്ഷ്യമൊന്നുമില്ല, യേശുവിനെ ഉയർത്തുക. എല്ലാ വെള്ളിയാഴ്ചയും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ബൈബിൾ ക്ലാസ് എടുക്കുന്നു, വൈകിട്ട് 6 മുതൽ 8 വരെ. അത് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ മറ്റൊരു യൂട്യൂബ് ചാനലിലൂടെ അതും ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. മറ്റൊരു ലക്ഷ്യവുമില്ല. എൻ്റെ പ്രിയരെ, ആരെയും മതം മാറ്റാനല്ല, ആരെയും സഭ മാറ്റാനല്ല, ജീവിതം മാറ്റുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ജീവിതം മാറണം, ആത്മഹത്യാ പ്രവണതകൾ മാറണം, മദ്യത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ രക്ഷപ്പെടണം, നിത്യനാശത്തിലേക്ക് പോകുന്ന അനേകർ കർത്താവിനെ കണ്ടെത്തണം. ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പിശാച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവരാജ്യത്തിൽ എത്താമെന്നാണ് ഒരു മൂഢത മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ രക്ഷയ്ക്കുള്ള ഒരു വഴിയേ ഉള്ളൂ, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് ജനത്തെ അറിയിക്കുക. കർത്താവിന് സ്തോത്രം. സഹരക്ഷകരില്ല, സഹരക്ഷകയുമില്ല, യേശു മാത്രമാണ് രക്ഷകൻ. രക്ഷയ്ക്ക് മുഖാന്തരം കാൽവറിയിലെ യാഗമാണ്. യേശുവിൻ്റെ തിരക്തമാണ് മനുഷ്യൻ്റെ പാപമോചനത്തിനുള്ള ഏകമാർഗം. ഹല്ലേലൂയ. ഇതെല്ലാം ജനത്തോട് പറയുന്നു. അതിന് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ വേർതിരിച്ചിരിക്കുന്നു. ജോലിയോടൊപ്പം ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ജോലിയുണ്ട്, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ കഴിയുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിയുന്നത്, ഞങ്ങളുടെ കൊച്ചുമോൻ കഴിയുന്നത്. 4 തലമുറ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ബന്ധപ്പാടുകളുണ്ട്. പക്ഷേ ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് കിട്ടുന്ന സമയം ഉത്സാഹിക്കുന്നു. എല്ലാ ദിവസവും വെളുപ്പിന് 4:30 എഴുന്നേറ്റ് 1 മണിക്കൂർ ചെല്ലുവാനും ദൈവമക്കളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. എല്ലാ സൺഡേയിലും രാവിലെ 8 മണിക്ക് ശുശ്രൂഷയുണ്ട്. എല്ലാ 1-ാമത്തെ ശനിയാഴ്ചയും രാവിലെ 9:30 മുതൽ 12 വരെ സഹോദരിമാരുടെ ശുശ്രൂഷയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ബൈബിൾ ക്ലാസ്സുണ്ട്. കർത്താവിന് സ്തോത്രം. എല്ലാ 2-ാമത്തെ വെള്ളിയാഴ്ചയും മുഴുരാത്രി പ്രാർത്ഥന 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുണ്ട്. എല്ലാ 4-ാമത്തെ ശനിയാഴ്ചയും ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്, രാവിലെ 9 മുതൽ 1 മണി വരെ. കർത്താവിന് സ്തോത്രം. എല്ലാ 3-ാം ശനിയാഴ്ചയും വൈകിട്ട് യുവാക്കൾക്ക് വേണ്ടി 7 മണി മുതൽ 9 മണി വരെ ശുശ്രൂഷയുണ്ട്. ഇതുകൂടാതെ ദേശങ്ങൾ സഞ്ചരിച്ച് പ്രെയർ ട്രാവലുണ്ട്. ഹല്ലേലൂയ. കൂടാതെ കർത്താവിന് സ്തോത്രം, പ്രെയർ ഡെസ്ക് ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രെയർ ഡെസ്ക്, പ്രെയർ വാരിയേഴ്സ് ടീമുണ്ട്. കർത്താവിന് സ്തോത്രം. എന്തിനാണിതല്ല എൻ്റെ പ്രിയരെ? കോട്ടേജ് മീറ്റിങ്ങുകളുണ്ട്. എളിമയും ഞങ്ങൾ നടത്തുകയാണ്. ദേശങ്ങളിൽ പോയി
അവിടെ ചെറിയ ഹോളുകൾ വാടകയ്ക്കെടുത്ത് ശുശ്രൂഷ നടത്തുന്നു. ആരെയും ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് മാറ്റാനല്ല, ഒരു കൂട്ടായ്മയിൽ നിന്ന് വേറൊരു കൂട്ടായ്മയിലേക്ക് ആളെ കൊണ്ടുവരാനല്ല. എൻ്റെ പ്രിയരെ, സുവിശേഷം കേൾക്കാത്ത ജനം സുവിശേഷം കേൾക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ചിന്ത. കർത്താവിന് സ്തോത്രം. ഒരു സഭയിൽ സ്ഥിരമായി പോയിരുന്നവർ വരാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവർ ആ സഭയിൽ പോകട്ടെ. പക്ഷേ ഒരിക്കലും സുവിശേഷം കേൾക്കാത്തവർ, അഥവാ കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവർ, കർത്താവിന് സ്തോത്രം, സുവിശേഷത്തെ എതിർക്കുന്നവർ, അന്ധമായി എതിർക്കുന്നവർ, ഈ സ്നേഹനിധിയായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ സ്നേഹത്തെ കാണട്ടെ. ഹല്ലേലൂയ. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് ഇളച്ചിരിക്കരുത്. മകനെ, രാവിലെ എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷ കിട്ടിയ ആദ്യകാലമാണ്, ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. അപ്പോഴേ വിത്ത് വിതച്ച് തുടങ്ങണം. ഞാൻ എൻ്റെ അനുഭവത്തോട് ചേർത്ത് പറയാം. 19-ാമത്തെ വയസ്സിലാണ് ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ എക്സാം എഴുതിയിരിക്കുമ്പോൾ സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട ഒരു സത്യമാനസാന്തരം എനിക്ക് കിട്ടിയത്. അന്ന് മുതൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു, യേശുവിനെ സാക്ഷിക്കണം. അന്ന് എനിക്ക് അപകർഷത ബോധമുണ്ട്, തലകുമ്പിട്ട് നടക്കുന്ന കാലമാണ്. കാരണം ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം വെച്ച് മറ്റുള്ളവർ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ചിന്തിച്ചെല്ലാം നടക്കുന്ന കാലം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തല പിടിച്ചുയർത്തി യേശുവിനെ സാക്ഷിക്കാൻ കർത്താവ് അവസരം തന്നു. അന്ന് മുതൽ ഇന്ന് എനിക്ക് 55 വയസ്സുണ്ട്. ഈ വർഷക്കാലം അത്രയും എൻ്റെ യേശുവിനെ സാക്ഷിപ്പാൻ എൻ്റെ ദേശത്ത്, എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ നാട്ടിൽ, അങ്ങനെ അയൽ പ്രദേശങ്ങളിൽ, ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ യേശുവിനെ സാക്ഷിക്കാൻ എനിക്ക് കർത്താവ് അവസരം തന്നു. ഇന്ന് ഞങ്ങൾ യൂട്യൂബിലൂടെ ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്നു. ഞാനും എൻ്റെ പ്രിയ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 4 തലമുറകൾ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ പാർത്ത് ഒരു ആരാധനാലയത്തിൽ വന്ന് ഒരു ഫെലോഷിപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പില്ല, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. എൻ്റെ പ്രിയരെ, ഇതാരാണിത് തരുന്നത്? കൃപ, ദൈവത്തിൻ്റെ കൃപയാണത്, പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാണത്. നിങ്ങളും ഈ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. രാവിലെ വിത്ത് വെച്ച് തുടങ്ങിയാൽ വൈകുന്നേരത്ത് ഇളച്ചിരിക്കേണ്ടി വരികയില്ല. ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ 20-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. സാലി പറയാറുണ്ട് 21-ാമത്തെ വയസ്സിൽ. കർത്താവിന് സ്തോത്രം. സാലി അന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പാട്ടുകൾ പാടാൻ തുടങ്ങി, പിന്നീട് പാട്ടുകൾ എഴുതാൻ തുടങ്ങി, അത് ട്യൂൺ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. സാക്ഷ്യം പറയും, സാലി വചനം പറയും. യൂട്യൂബിലൂടെ ഇടയ്ക്ക് മിക്കവാറും ബുധനാഴ്ച ദിവസങ്ങളിൽ സാലി സംസാരിക്കാറുണ്ട്, പാട്ടുകൾ പാടാറുണ്ട്. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വർഷിപ്പ് ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന അനേക ദൈവമക്കൾ ഒരുമിച്ച് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു മനമായി, ഒരു ഹൃദയമായി, ഒരു ലക്ഷ്യമായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ത് സന്തോഷം, എന്തൊരാനന്ദം. കർത്താവിനെയല്ലേ ഉയർത്തുന്നത്, രാജാധിരാജനല്ലേ ഉയർത്തുന്നത്. അനേകം നശിച്ചു പോകുന്ന ആത്മാക്കൾ രക്ഷപ്പെടട്ടെ, എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരട്ടെ. അത് ഞങ്ങൾ മാത്രം ചെയ്താൽ പോരാ, എല്ലാവരിലൂടെയും വേലയിട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകമെമ്പാടുമുള്ള കർത്താവിൻ്റെ വേലക്കാർക്ക് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. അവരിലൂടെയെല്ലാം വേല നടക്കട്ടെ. വേല വലുതും വിശാലവുമാണ്. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം തിളച്ചിരിക്കരുത്. ആരോഗ്യമുള്ളപ്പോഴെല്ലാം ഓടുക, സാവകാശമുള്ളപ്പോഴെല്ലാം ഓടുക. അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ വേലക്കാരാകാം. ഈ ഒരു ആഹ്വാനം, വേലക്കാരാകുകയും ദൈവത്തിൻ്റെ വേലക്കാരാകുകയും. ഇളച്ചിരിക്കല്ലേ. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്, കൈ വിതറുക. ദൈവവചനമാവുന്ന വിത്ത് വാരി വിതറുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥനാ വിഷയമുള്ളവരാണോ? തീർച്ചയായും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.